കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട ഭാഗത്തെ നമുക്ക് വിശദീകരിക്കാം, വിശദമായി കേൾക്കാൻ തുടങ്ങാം. ആത്മാവ് ഒന്നു മാത്രമേ ഉള്ളൂ. ബോധം എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഏതോ ഒരാൾ അനുഭവിച്ച് അറിഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണത്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തൽക്കാലത്തേക്ക് അംഗീകരിക്കുകയാണ്. അതിപ്പോൾ ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ അംഗീകരിക്കുകയാണ്. കാരണം നമുക്ക് മുമ്പേ പോയ ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്ന് ഊറി വന്ന ഒരു അറിവാണത്. ആത്മാവ് ഒന്നു മാത്രമേ ഉള്ളൂ. ആത്മാവ് എന്നുള്ളത് ഇവിടെ ബോധം എന്നുള്ള അർത്ഥവും കൂടി ഉദ്ദേശിക്കുന്നു. പരമമായ ബോധം അതൊന്നു മാത്രമേ ഉള്ളൂ. അതെങ്ങനെ നമുക്കറിയാം? ഇത് വേറെ ആരുടെയോ അറിവാണ്. അത് നമ്മുടെ അറിവായി തീരണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അനുഭവമായി തീരണം. പുസ്തകങ്ങളിൽ വായിച്ചെടുത്ത അറിവുകൾ അനുഭവം ആകുന്നതിന് അനിവാര്യമായതാണ് സാധന. അതുകൊണ്ട് സാധനയൊന്നും കൂടാതെ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ പരമമായ തലത്തിലേക്ക് എത്തും എന്ന ധാരണ അടിസ്ഥാനരഹിതമാണ്. സാധന വേണം. അപ്പൊ നമുക്ക് ഒരു സാധനയുണ്ട്. ആ സാധന നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടും ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിപ്പം ഒരു ഹൈപ്പോത്തസിസ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ആത്മാവ് ഒന്നു മാത്രമേ ഉള്ളൂ എന്നുള്ളത് അത് അനുഭവമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇനിയും ആ അപരിമിതമായതും പരിമിതമായതും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. കാരണം ഇങ്ങനെ ശ്രമിക്കുന്നതിലൂടെ, ഇങ്ങനെ പറയുന്നതിലൂടെ, ഇതൊരു ചുരുക്കം പറച്ചിലാണ്, ഇങ്ങനെ പറയുന്നതിലൂടെ നമ്മുടെ അനുഭവങ്ങൾ പരിമിതമായതാണോ അപരിമിതമായതാണോ എന്ന് നമുക്ക് ഒരു ഏകദേശം തിരിച്ചറിയാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമുക്കുണ്ടാവുന്ന ചില അനുഭവങ്ങൾ ഇതിലേതിൽ പെടും എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് മുമ്പേ പോയവരുടെ അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ഏകദേശ ജ്ഞാനം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് മുമ്പേ പോയവരുടെ അനുഭവങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണ്. പരിമിതവും അപരിമിതവുമായിട്ടുള്ള വ്യത്യാസം. അപരിമിതമായതാണ് ആത്മാവ്, പരിമിതമായതിനെ സൂചിപ്പിക്കുന്നതാണ് ശരീരം. ആത്മാവ് ഒന്നു മാത്രമേ ഉള്ളൂ, എന്നാൽ ശരീരമോ അനേകവും. ശരീരങ്ങൾ പലതുണ്ട്. മനുഷ്യ ശരീരമുണ്ട്, മൃഗങ്ങൾക്ക് ശരീരമുണ്ട്, അചരമായതിന് ശരീരമുണ്ട്, രൂപത്തോടു കൂടിയതെല്ലാം ശരീരം. അത് അനേകമുണ്ട്. ബോധത്തിന്റെ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അപ്പൊ പരിമിതമായതിന്റെ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അനേകമുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ അനേകമുണ്ട്. അപ്പോൾ നമ്മൾ പരിമിതമായ ബോധതലത്തിലാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് മുമ്പേ പോയവർ പറഞ്ഞിട്ടുണ്ട്, അപരിമിതമായ തലത്തിൽ നിന്നാൽ ഒന്നിൻ്റെ തന്നെ ഭാഗമാണിതെല്ലാം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന്. ഇപ്പൊ നമുക്ക് ആ തിരിച്ചറിവില്ല. ആത്മാവ് ഒന്നു മാത്രമേ ഉള്ളൂ, എന്നാൽ ശരീരമോ അനേകവും. ആത്മാവ് നിർമ്മലമാണ്, ശരീരമാകട്ടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാകയാൽ മലിനമത്രേ. ആത്മാവിൽ നിന്ന് ആ പരമമായ ബോധത്തെ മറയ്ക്കുന്ന ഒന്നും തന്നെ അതിലില്ല. പരമമായ ബോധത്തെ മറയ്ക്കുന്നതാണ് മലം, അഴുക്ക്. അഴുക്കു പുരണ്ട ഒരു കണ്ണാടിയിൽ കൃത്യമായിട്ടൊന്നും കണ്ടറിയാൻ സാധിക്കുകയില്ല. പരമമായതിൽ അഴുക്കില്ല. നേരെ മറിച്ച് ശരീരമാകട്ടെ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതായതുകൊണ്ട് പഞ്ചഭൂതങ്ങളുടെ ചേരുവയിൽ നിന്നുരുത്തിരിഞ്ഞു വരുന്ന പലതരത്തിലുള്ള ഭാവങ്ങളും ശരീരാന്തർഗതമായ ബോധത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ആ സ്വാധീനം പരമമായതിനെ മറച്ചുവെക്കും. അതുകൊണ്ട് ശരീരം പഞ്ചഭൂതാത്മകളാൽ നിർമ്മിതമാകയാൽ മലിനമത്രേ. പഞ്ചഭൂതങ്ങൾ 5 കൂട്ടി വെച്ചിട്ടുള്ള മാലിന്യമല്ല. ഈ പഞ്ചഭൂതങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഭാവങ്ങൾ പരമമായതിനെ മറയ്ക്കും. അതാണ് മാലിന്യം. ആത്മാവ് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ ദേഹമാകട്ടെ ജഡവസ്തുവും. ആത്മാവിനെ പ്രകാശിപ്പിക്കുവാൻ, പരമമായ ബോധത്തെ പ്രകാശിപ്പിക്കുവാൻ
മറ്റൊരു പ്രകാശം ആവശ്യമില്ല. പരമമായ ബോധത്തിന് തിരിച്ചറിവുണ്ടാകാൻ മറ്റൊരു ബോധത്തിന്റെ ആവശ്യമില്ല. അതിന് സ്വയം തിരിച്ചറിവും ഉണ്ട്. ഏതുപോലെയാണോ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കത്തിച്ചു വയ്ക്കുന്ന വിളക്ക് അതടക്കമുള്ളതിനെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെയാണ് ബോധം. ഇരുട്ടിനെ അകറ്റുന്ന പ്രകാശത്തിനെ വെളിപ്പെടുത്തുവാൻ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. അതുപോലെയാണ് ബോധം പരമമായത്. എന്നാൽ ദേഹമാകട്ടെ ജഡവസ്തുവും. അതിനെ വെളിപ്പെടുത്താൻ ഒരു ബോധം ആവശ്യം. പരിമിതമായതിനെ വെളിപ്പെടുത്തുവാൻ മറ്റൊരു ബോധം ആവശ്യമാണ്, വെളിച്ചം ആവശ്യമാണ്. ആത്മാവിന് ഈ ആത്മാവ് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുക. ഈ പ്രകാശത്തെ ബോധമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ ബോധത്തെ അനുഭവിക്കുമ്പം പ്രകാശമായിട്ടുമാണ് അനുഭവിക്കുക. പ്രകാശത്തിന്റെ ഘനീഭാവങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. ഈ കാണുന്ന വസ്തുക്കൾ അത്രയും ഊർജം ഘനീഭവിച്ചതാണ്. ഊർജം ഘനീഭവിച്ചിരിക്കുന്നതാണ്. അതായത് എനർജിയുടെ കണ്ടൻസ്ഡ് ഫോമാണ് മാറ്റർ. അപ്പൊ മാറ്റർ എന്ന് പറയുന്നത്, വസ്തു എന്ന് നമ്മൾ പറയുന്നത് ഊർജത്തിന്റെ ഘനീഭാവമാണ്, മെറ്റീരിയലൈസ്ഡ് ഫോമാണ്. എനർജിയുടെ എനർജി ക്വാണ്ട ആയിട്ടാണ്. അതായത് ചെറിയ ക്വാണ്ട എന്ന് പറഞ്ഞാൽ പാക്കറ്റ്സ്, എനർജി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ്. അത് ആ ഓരോ പാക്കറ്റും കണരൂപവുമാണ്, പാർട്ടിക്കിളുമാണ്, അതേസമയം തരംഗാകൃതിയുമാണ്. അപ്പം ഊർജം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ഒരു ക്വാണ്ട ഓഫ് എനർജിയാണ്, ഒരു ഏറ്റവും ചെറിയ പാക്കറ്റ് ഓഫ് എനർജി. ആ ചെറിയ പാക്കറ്റ് ഓഫ് എനർജിയെ എനർജി ഫോട്ടോണാണ്. ഒരു ഫോട്ടോൺ, ഇപ്പൊ ഈ പ്രകാശ രശ്മികൾ ഫോട്ടോൺസ് ആണ്. ആ ഒരു ഫോട്ടോൺ, പ്രകാശരശ്മിയിലെ ഒരു ഏറ്റവും ചെറിയ ഭാഗമാണ് ഫോട്ടോൺ. അത് എനർജിയുടെ ഏറ്റവും ചെറിയ ഒരു പാക്കറ്റാണ്, ക്വാണ്ടയാണ്. അപ്പം എനർജിയുടെ ഏറ്റവും ചെറിയ പാക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോണാണ്. ഫോട്ടോൺ എന്ന് പറയുന്നത് പ്രകാശ രശ്മിയിലുള്ളതാണ്, പ്രകാശ കണമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശം ഘനീഭൂതമായതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതിയിൽ പ്രകാശത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം. മേൽപ്പത്തൂര് ഭഗവാനെ കാണുന്നത് പ്രകാശരാശിയുടെ മധ്യത്തിലാണ്. ലളിതോപാഖ്യാനത്തിൽ മഹായാഗം ചെയ്ത ഇന്ദ്രാദികൾക്ക് മുമ്പിൽ ഒരു തേജപുഞ്ചമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ഈ ബോധം പ്രകാശവും കൂടിയാണ്. അതുകൊണ്ടാണ് അതിനെ പ്രകാശം എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞിട്ടുള്ള പ്രകാശമല്ലാതെ, അത് അതീന്ദ്രിയമായിട്ടുള്ള ഒരു പ്രകാശമാണ്, അനുഭവ തലങ്ങളിൽ മാത്രം വെളിപ്പെട്ട് വരുന്ന ഒരു പ്രകാശമാണ്. അതുകൊണ്ടാണ് ആത്മാവ് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്നത്. ഒന്ന്, പ്രകാശം എന്നുള്ള വാക്കിന് ഇവിടെ അറിവ് എന്നൊരർത്ഥം കൊണ്ടുണ്ട്, സ്വയം അറിയുന്നതും കൂടിയാണത്. നേരെ മറിച്ച് ശരീരം ജഡവസ്തുവാണ്, അതുകൊണ്ട് അതിനെ അറിയുവാൻ പുറത്തു നിന്നുള്ളൊരു അറിവ് വേണം. ആത്മാവിന് അത് വേണ്ട, അത് പ്രകാശവും കൂടിയാണ്. ആത്മാവ് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ ദേഹമാകട്ടെ ജഡവസ്തുവും. ആത്മാവിന് സത്വരജസ്തമോ ഗുണങ്ങളുമായി സംബന്ധമില്ല. ശരീരമാകട്ടെ ഗുണങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഗുണാതീതമായതാണ് പരമമായത്. അതുകൊണ്ട് സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളൊന്നും അതിനുണ്ടാവില്ല. സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് മാറ്റങ്ങൾക്ക് കാരണം. മാറ്റമാണ് ദുഃഖം. പരമമായതിന് ഗുണസംബന്ധമില്ലാത്തത് കൊണ്ട് ദുഃഖം ഇല്ല. നേരെ മറിച്ചിട്ട് ശരീരമാകട്ടെ ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ഗുണങ്ങളാണ്, സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് ശരീരത്തിന്റെ മാറ്റങ്ങൾക്ക് നിദാനമായി നിൽക്കുന്നത്. ശരീരം മാറുന്നതനുസരിച്ച് മാറ്റം ദുഃഖമാണ്. ആത്മാവ് സർവവ്യാപിയാകുന്നു, എന്നാൽ ശരീരമോ പരിച്ഛിന്നവും. ആത്മാവ് പരമമായ ബോധത്തിന്റെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് അവിടെ സ്പേസ് ഒന്നുമില്ല.
അത് സർവവ്യാപിയാകുന്നു എന്ന് പറയുമ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയണത്. കാരണം സർവവ്യാപിയാകുന്നു എന്ന് പറയുമ്പം അതിന് വ്യാപിക്കുവാൻ ഒരു ആകാശം, ഒരു സ്പേസ് ഉണ്ട് എന്നൊരു ധാരണ നമുക്ക് വരും. ഇപ്പൊ ഈ മുറിയിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ ഈ മുറി മുഴുവനും ചന്ദനത്തിരിയുടെ പുക വ്യാപിക്കും. അപ്പൊ ഈ മുറി മുഴുവനും ചന്ദനത്തിരിയുടെ പുക വ്യാപിക്കുമ്പം ഈ മുറി മുഴുവനും ചന്ദനത്തിരിയുടെ പുക വ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പം വ്യാപിക്കാൻ ഒരു ഇടവും ഉണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ പരമമായതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപിക്കാൻ ഒരിടമില്ല. അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു പുകയ്ക്ക് വ്യാപിക്കാൻ പുകയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഇടം ഉണ്ടാകേണ്ടതുപോലെ പരമമായതിന് വ്യാപിക്കുവാൻ ഒരിടം ഇല്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ പറ്റൂ. ഭാഷ പരിമിതമാണ്. അനുഭവങ്ങളെ ഭാഷകളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതി കണക്കിലെടുക്കേണ്ടി വരും. അതുകൊണ്ട് ആത്മാവ് സർവവ്യാപിയാകുന്നു. ആത്മാവല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് വ്യാപിക്കാൻ അതിന് വേറെ ഇടമൊന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് മാത്രം. എന്നാൽ ശരീരമോ പരിച്ഛിന്നവും. ശരീരം എന്ന് പറഞ്ഞാൽ അല്പമായതാ. കാരണം ശരീരത്തിന് സ്ഥലമുണ്ട്, ആകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാൻ പറ്റുന്നത്. ഈ പരമമായതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ടുന്ന ഒരു ആവശ്യകതയില്ല. കാരണം അതല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ പരിച്ഛിന്നമായതിന്, പരിമിതമായതിന് അങ്ങനെയല്ല. അതല്ലാതെ വേറെ ഉണ്ട്. ഞാനല്ലാതെ നിങ്ങളുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് കുറച്ച് മാറിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തേക്കോ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്കോ വരണമെങ്കിൽ നമുക്ക് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ സ്ഥലം വേണം. അപ്പൊ നമ്മൾ എല്ലായിടത്തും വ്യാപിച്ചല്ല ഇരിക്കുന്നത്. ശരീരമോ പരിച്ഛിന്നവും. ആത്മാവിന് ആവരണങ്ങളില്ല, എന്നാൽ ദേഹമാകട്ടെ വസ്ത്രം മുതലായവയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിനെ മറയ്ക്കാൻ ഒന്നിനും സാധിക്കില്ല. പക്ഷെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മാത്രമല്ല, മൃഗങ്ങളുടെ ശരീരം, സസ്യലതാദികളുടെ ശരീരം, വൃക്ഷങ്ങളുടെ ശരീരം, പറവകളുടെ ശരീരം, അതൊക്കെ ശരീരങ്ങളാണ്. അതിനെയൊക്കെ ആച്ഛാദനങ്ങൾ, ആവരണങ്ങളുണ്ട്. അതിനെയൊക്കെ മറയ്ക്കാൻ സാധിക്കും. ആത്മാവ് എല്ലാം കാണുന്നവൻ, എന്നാൽ ദേഹമോ കാണപ്പെടുന്ന വസ്തുവും. സർവവ്യാപിയായതുകൊണ്ട് അതിനെല്ലാം അറിയാം. അതിന് എല്ലാം അറിയാമെന്ന് പറയുമ്പോഴും ഈ നമുക്ക് പരിചിതമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്, നമ്മുടെ വാക്കുകളുടെ പരിമിതിയുണ്ട്. അറിവ് എന്ന് പറയുന്നത്, എനിക്ക് ഒരു കാര്യത്തെപ്പറ്റി അറിയില്ല, ഞാൻ ആ കാര്യത്തെപ്പറ്റി ഇപ്പോൾ അറിയുന്നു. എന്നാൽ അറിയപ്പെടേണ്ടതായിട്ടുള്ളത് എന്തോ എന്നിൽ നിന്നും വേറിട്ട് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പരമമായതിന് അറിയേണ്ടതായിട്ട് സത്യത്തിൽ വേറൊന്നുമില്ല. അതുകൊണ്ട് അതിന് അറിവുണ്ടോ എന്ന് പോലും നമുക്ക് വാസ്തവത്തിൽ പറയാൻ സാധിക്കില്ല. ഇതൊക്കെ നമ്മുടെ പരിമിതമായ ഭാഷയിൽ പറയുന്നത്. അതുകൊണ്ട് ക്രമസമ്പ്രദായത്തിൽ കാശ്മീര ദേശത്ത് ഉടലെടുത്തതാണ് എന്ന് പറയുന്നതും ഒരു തെറ്റിദ്ധാരണാജനകമാണ്. ഭാരതത്തിൽ ഉടലെടുത്ത വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ദർശനമാണ് ക്രമസമ്പ്രദായത്തിൻ്റെത്. ആ ക്രമസമ്പ്രദായത്തിൻ്റെ ദർശനമനുസരിച്ച് പരമമായതിനെ വിശേഷിപ്പിക്കുന്നത് അനാഖ്യ എന്നാണ്. എന്താണെന്ന് കൃത്യമായിട്ട് ആർക്കും പറയാനും നിർവചിക്കാനും പറ്റാത്തത്. അതുകൊണ്ട് പരമമായതിന് അറിവുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സ്വയം അറിയാൻ പറ്റും, പക്ഷെ അതൊരു അവയർനെസ് മാത്രമാണ്. ആ അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നത് പോലത്തെ ഒരറിവല്ല. അതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പറയേണ്ട എന്തെങ്കിലും അതുകൊണ്ട് പറയുന്നതാണ് ആത്മാവ് എല്ലാം കാണുന്നവൻ. വീണ്ടും പ്രകാശവുമായിട്ട് ഈ കാഴ്ചയ്ക്ക് ബന്ധമുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ പ്രകാശം വേണം. പ്രകാശ സ്വരൂപിയാണ്.
എല്ലാം കാണുന്നവൻ. പക്ഷെ അവിടെ എല്ലാം ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു, അത് മാത്രമേ ഉള്ളൂ, അത് അപരിമിതമായതാണ്, അവിടെ വേറൊന്നുമില്ല, അതൊന്നു മാത്രമേ ഉള്ളൂ, അനേകമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാം എന്നെങ്ങനെ പറയും? ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ, അവിടെ പലതില്ല എന്നുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന ആളാണ്, എല്ലാം അറിയുന്നതാണത് എന്നെങ്ങനെ പറയാൻ പറ്റും? അത് ഭാഷയുടെ പരിമിതിയാണ്. അല്ലെങ്കിൽ അതിന് അറിയപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല. കാരണം അത് മാത്രമേ ഉള്ളൂ, അതാകട്ടെ സ്വയം അറിയുവാൻ, സ്വയം ബോധം ഉള്ളതും ആണ്. സെൽഫ് എന്നൊക്കെ എന്നെ വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല, അവയർനെസ് ആണത്. എന്നാൽ ദേഹമോ കാണപ്പെടുന്ന വസ്തുവും, ദേഹം പരിമിതമായതാണ്, അതുകൊണ്ട് കാണപ്പെടും. അതായത് എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയില്ല, എനിക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടാൽ മാത്രമേ അറിയാൻ സാധിക്കൂ, അല്ലാതെ അറിയില്ല. അപ്പം ദേഹം കാണപ്പെടുന്നതും കാണപ്പെടുന്ന വസ്തുവും. ആത്മാവ് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല, ശരീരമോ ആത്മാവിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു. ആത്മാവ് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, എന്നിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ ഇതിലൊന്നിലും ഇല്ല. അതായത് ഇതെല്ലാം എന്നെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, എനിക്ക് ആശ്രയമായിട്ട് വേറൊന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇതെല്ലാത്തിനും ആശ്രയം എന്താ? ഞാനാണ്. കഥാപാത്രത്തിൻ്റെ ആശ്രയം നടനാണ്. നടന് പ്രത്യേകിച്ച് ഒരാശ്രയവും ആവശ്യമില്ല. അതുകൊണ്ട് ശരീരമോ ആത്മാവ് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല, ശരീരമോ ആത്മാവിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും ശരീരത്തിൽ നിന്ന് വിഭിന്നമായി നിലകൊള്ളുന്ന ആത്മാവ് പരിപൂർണ സ്വതന്ത്രനാകുന്നു. പരിമിതമായതുമായിട്ട് യാതൊരു തരത്തിലും അതിന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അത് പരിമിതമായതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണെന്ന് ധരിക്കരുത്. കാരണം അത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അപ്പം അപരിമിതമായതിനകത്തും അതുണ്ട്, അല്ലെങ്കിൽ അപരിമിതമായതും അതിൽ ഉൾപ്പെടുന്നു. അപരിമിതമായത് അതിൽ ഉൾപ്പെടുമ്പോൾ അത് അപരിമിതമായതാണ് എന്ന ബോധത്തോടു കൂടിയല്ല, പരിമിതമായതും അതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ പരിമിതമായതാണ് എന്ന ബോധത്തോടു കൂടിയല്ല അതിൽ ഉൾപ്പെടുന്നത്. അത് ശരിക്കും വാക്കുകൾ കൊണ്ട് പറയാൻ സാധ്യമല്ല, അനുഭവിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ അനുഭവം അഭ്യാസത്തിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ആ അഭ്യാസമാകട്ടെ വലിയ പ്രയത്നമൊന്നും കൂടാതെ ചെയ്യേണ്ടതുമാണ്. കാരണം പ്രയത്നിച്ച് ചെയ്യുന്നതൊക്കെ നേരത്തെ നമ്മൾ വായിച്ചു, മനുഷ്യന്റെ ശരീരത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഭവനം, സന്താനം, ധനം എന്നിവയിലൊക്കെ ഞാൻ എന്നുള്ളൊരു ഭാവം ഉണ്ടാവും. ഞാൻ എന്നുള്ളൊരു ഭാവം എന്ന് പറഞ്ഞാൽ പരിമിതമായ ഭാവമാണ്. അപ്പൊ പ്രയത്നത്തിലൂടെ ഉണ്ടാകുന്നതെല്ലാം പരിമിതമായതാണ്, പ്രയത്നരഹിതമായത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അനാദര യോഗം എന്ന് വിളിച്ചത്, പ്രയത്നരഹിതമായിട്ടുള്ള പ്രക്രിയ. ആ പ്രയത്നരഹിതമായിട്ടുള്ള പ്രക്രിയയിലൂടെ മാത്രമേ, സാധനയിലൂടെ മാത്രമേ അപരിമിതമായതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആ അപരിമിതമായതിനെ കുറിച്ചൊരു ചെറിയ ലാഞ്ചന മാത്രമേ ഈ വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും ശരീരത്തിൽ നിന്ന് വിഭിന്നമായി നിലകൊള്ളുന്ന ആത്മാവ് പരിപൂർണ സ്വതന്ത്രൻ ആകുന്നു. അസ്വാതന്ത്ര്യം എന്താ? അസ്വാതന്ത്ര്യം നമ്മുടെ മനസ്സിലെ ക്ലേശങ്ങളാണ്. അജ്ഞാനം, രാഗം, ദ്വേഷം, അസൂയ, അഹങ്കാരം, അഭിനിവേശം. ഇതൊക്കെയാണ് അഭിനിവേശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനോടുള്ള അത്യാസക്തിയാണ് അഭിനിവേശം. അത് മിക്കവാറും ജീവിച്ചിരിക്കുന്നതിനോടുള്ള, നമ്മുടെ പരിമിതമായ ജീവനോടുള്ള അപരിമിതമായിട്ടുള്ള ആസക്തിയാണ് അഭിനിവേശം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ കെട്ടുപാടുകൾ. നമ്മൾ അജ്ഞാനത്താൽ കെട്ടപ്പെട്ടവരാണ്, രാഗദ്വേഷാദികളാൽ കെട്ടപ്പെട്ടവരാണ്, നമ്മൾ അഹങ്കാരത്താൽ കെട്ടപ്പെട്ടവരാണ്, നമ്മൾ അമിതമായ ആസക്തിയാൽ കെട്ടപ്പെട്ടവരാണ്. ഇതെല്ലാം നമ്മളെ പരിമിതപ്പെടുത്തുന്നതാണ്. നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മളുടെ അറിവില്ലായ്മ, നമ്മളുടെ അഹങ്കാരം, നമ്മളുടെ അഭിനിവേശം, ഇതെല്ലാം നമ്മളെ പരിമിതപ്പെടുത്തുന്നതാണ്. ഇതെല്ലാമാണ് നമ്മുടെ കെട്ടുപാടുകൾ. പരമമായതിന് യാതൊരു തരത്തിലുള്ള കെട്ടുപാടുകളുമില്ല, ക്ലേശങ്ങളില്ല അതിന്. അതുകൊണ്ട് അത്
പരിപൂർണ സ്വതന്ത്രനാണ്. നമ്മളോ അല്പസ്വാതന്ത്ര്യം മാത്രം അനുഭവിക്കുന്നതാണ്. പരമമായത് അനൽപമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതാണ്. അപ്പൊ ഈ സാധനയിലൂടെ, ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ക്ലേശങ്ങളിൽ നിന്നുള്ള വിടുതലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ക്ലേശങ്ങളിൽ നിന്ന് വിട്ടാൽ വേറെ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അതാണ്. നമ്മൾ പരിപൂർണ സ്വതന്ത്രരാണ്. പക്ഷെ ഈ ക്ലേശങ്ങൾ നമ്മളെ പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്ലേശമുക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണ സ്വതന്ത്രരായി തീരും.